إلى حضرة الشيخ سلطان محمد بن الشيخ محمد الجيلي القادري الجشتي قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين يا رب. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുടെ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖുന അഷേഖ് മുഹമ്മദ് അൽ ഖാദിരി അൽ ജിഷ്തി അൽ ജാദിയേരി റളിയല്ലാഹു അൻഹു തങ്ങളുപ്പാപ്പയുടെ മുരീദുമാരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പക്ക് അവിടുത്തെ ഷെയ്ഖ് നൽകിയ ഉപദേശം അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരാൾ തരീഖത്തിൽ പ്രവേശിച്ച് ഷെയ്ഖിനെ സ്വീകരിച്ചാൽ അവന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഉപദേശമാണ് ആ ഉപദേശം. മുൽതഫിത്തുൽ ലാ യസിൽ. നാം പറഞ്ഞു, റിഫായി ഷെയ്ഖ് തങ്ങള് ഈ ഉപദേശം ഒരു വർഷം പറഞ്ഞുകൊണ്ടേ നടന്നു. മുൽതഫിത്തുൽ ലാ യസിൽ ومتسلل لا يفلح ومن لا يعرف من نفسه النقصان فكل وقته نقصان. വല്ലാത്ത മൂന്ന് ഉപദേശം. മുൽതഫിത്തുൽ ലാ യസിൽ, തരീഖത്തിന്റെ വഴിയിൽ പ്രവേശിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാം ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ കരം പിടിച്ച് ഈ വഴിയിൽ പ്രവേശിച്ചവരാണ്. ഇനി മുൽതഫിത്തുൽ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കുകയില്ല. ഈ വഴിയിൽ വന്നിട്ട് എത്ര ദുനിയാവ് കിട്ടി, എത്ര ആശ്രം കിട്ടി, ഞാൻ എവിടേക്ക് എത്തി എന്ന് തിരിഞ്ഞു നോക്കുന്നവൻ ലാ യസിൽ, അവൻ എത്തിച്ചേരുകയില്ല. വമുതസല്ലിലുൽ ലാ യുഫ്ലിഹ്, തരീഖത്തിന്റെ വഴിയിൽ നിന്ന് ഊരിപ്പോകുന്നവൻ ലാ യുഫ്ലിഹ്, അവൻ വിജയിക്കുകയില്ല. വമൻ ലാ യഅരിഫു മിൻ നഫ്സിഹി അൻ-നുഖ്സാൻ, ഒരാൾ സ്വന്തം ശരീരത്തിന്റെ കുറവുകൾ മനസ്സിലാക്കുന്നവൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അവൻ കഴിയുന്നില്ലെങ്കിൽ ഫകുല്ലു വഖ്തിഹി നുഖ്സാൻ, അവന്റെ എല്ലാ സമയവും കുറവുകളാണ്. അപ്പൊ ഒരു മനുഷ്യന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, എനിക്ക് കുറവുണ്ട്, ഞാൻ കുറഞ്ഞവനാണ്, ഒരുപാട് ന്യൂനതകൾ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കലാണ്. അപ്പോഴാണ് ആ മനുഷ്യന് താഴ്മ ഉണ്ടാവുക. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആളുകളിലേക്ക് അടുക്കാനും അവരോടൊപ്പം കൂടാനുമുള്ള മനസ്സുണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നാം റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ മദഹുകൾ പറയുന്നത്, മഹാനായ
അഷേഖ് അൽ അല്ലാമ സയ്യിദ് അബുൽ ഹുദ മുഹമ്മദ് ബിൻ ഹസൻ അൽ-റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രചിച്ച ഖിലാദത്തുൽ ജവാഹിർ എന്ന കിതാബിൽ നിന്നാണ്. ആ കിതാബിന്റെ 41-ാമത്തെ പേജിൽ കാണാം, മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം. سأل جماعة الشيخ أبا المنذر رضي الله عنه عن سيدي أحمد بن الجفاعي رضي الله عنه. ഒരു വിഭാഗം മശായിഖന്മാർ ജിഫാഇ ഷെയ്ഖ് തങ്ങളുടെ അടുത്ത മുരീദായ അഷേഖ് അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് ജിഫാഇ ഷെയ്ഖ് തങ്ങൾ പാപ്പയെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. فقال لا أقدر أن أشرح لكم حاله. ജിഫാഇ ഷെയ്ഖ് തങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല, എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരിക എന്ന് തന്നെ കഴിയുകയില്ല. فقالوا له لا بد أن تخبرنا بشيء من أحواله. നിങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ മുരീദാണ്, അതുകൊണ്ട് തന്നെ മഹാനവറുടെ അവസ്ഥകൾ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റൂ എന്നവർ പറഞ്ഞു, ആ മശായിഖന്മാർ. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാദാ അഖൂലു ഫീ റജുലിൻ, ഒരു മഹാനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ, മഅതറഫ ഖത്തു ലിനഫ്സിഹി ബിമഖാമിൻ വലാ ഖദിരിൻ. ആ മഹാൻ തന്റെ സ്വന്തം ശരീരത്തിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. വലാ ഖതറ ലഹു ഗൈറു റബ്ബിഹി, തന്റെ റബ്ബല്ലാതെ ആ ഹൃദയത്തിൽ മറ്റൊന്നും മിന്നി മറഞ്ഞിട്ട് പോലുമില്ല. വലാ റളിയ ലിനഫ്സിഹി അത്തനഉമു ബിശൈഇൻ മിനദ് ദുനിയാ ഫീ യൗമിൻ മിനൽ അയ്യാം. ഒരു ദിവസം പോലും ഈ ദുനിയാവിലെ ഒരു സുഖവും എടുക്കാത്ത മനുഷ്യനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു തരാൻ, എനിക്ക് ആ മഹാനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയുന്നില്ല. ജിഫാഇ ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ സ്ഥാനം അള്ളാഹുവിന്റെ അടുത്ത് ഉയർന്നുയർന്നുയർന്നു പോകുമ്പോഴെല്ലാം തറാഹു യസ്ദാദു ദുല്ലം വമസ്കനതൻ ലില്ലാഹി വലിൽ ഖൽഖ്, അള്ളാഹുവിന്റെ മുമ്പിലും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുമ്പിലും താഴ്ന്ന് 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 പോകുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ നമ്മൾ അറിയാതെ പൊങ്ങിപ്പോകും. ജിഫാഇ ഷെയ്ഖ് തങ്ങൾ പാപ്പ ഓരോ സ്റ്റെപ്പ് ഉയർന്നോറും താഴ്ന്ന് താഴ്ന്ന് താഴ്മ കൂടി കൂടി വന്നൊരു മഹാനായിരുന്നു. എന്നിട്ട് പറയാണ് മഹാനവറുകൾ, മശായിഖന്മാർ പറയാറുണ്ടായിരുന്നു, ആ കാലഘട്ടത്തിലെ മശായിഖന്മാർ, അഅ്ളമുൽ ഔലിയാഇ ഫീ അസ്രിനാ ഹാദാ ഖദ്റൻ അഷ്ശൈഖ് അഹ്മദ് ഇബ്നു റിഫാഇ ഫിൽ ബതീഹ വ അബൂ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ബിൽ ബസ്റ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബത്ഹായിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മഹാൻ റിഫാഇ ഷെയ്ഖ് തങ്ങളും ബസ്റയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മഹാൻ അബൂ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങളുമാണെന്ന് ആ കാലഘട്ടത്തിലെ മശായിഖന്മാർ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടു, അയ്യുർ റജുലൈനി അഅല, ഇവരിൽ ആരാണ് ഏറ്റവും വലിയ മഹാൻ? ഖാലു, അവർ പറഞ്ഞു, അഹ്മദ് ഇബ്നു റിഫാഇ. എന്തിനു സംശയം, റിഫാഇ ഷെയ്ഖ് തങ്ങൾ തന്നെ. എന്നിട്ടുള്ള വിശദീകരണമാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. കാന ഖുത്ബൽ അഖ്താബി ഫിൽ അർള്, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ ഈ ഭൂമിയിലെ ഖുത്ബുൽ അഖ്താബ് ആയിരുന്നു. സുമ്മൻ തഖല ഇലാ ഖുത്ബിയത്തിസ് സമാവാത്ത്, പിന്നീട് 7 ആകാശങ്ങളുടെയും ഖുത്ബുൽ അഖ്താബായി മാറി. ثم صارت السماوات السبع في رجله كالخلخال, പിന്നീട് അവിടെ നിന്നും അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർന്ന് 7 ആകാശങ്ങളും റിഫാഇ ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ കാലിലെ പാദസരമായി മാറി. അല്ലാഹു അക്ബർ. എന്താണ് ഈ പറയുന്നത്? 7 ആകാശങ്ങളും റിഫാഇ ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ കാലിലെ പാദസരമായി മാറി. അത്രയും ഉയർന്നു പോയി.
മഹാനവറുകൾ പറയുന്നു, ഹത്താ സലക ബികസ്റതി ദുല്ലി നഫ്സിഹി ത്വരീഖൻ ലം യസ്ലുക്ഹാ ഗൈറുഹു. മഹാനവറുകൾ താഴ്ന്ന് താഴ്ന്ന് താഴ്മയോടെ ജീവിച്ചു, അതുപോലെ ഒരാളും ജീവിച്ചിട്ടില്ല. പിന്നീട് അതിനപ്പുറം ഏത് മഖാമിലാണ് മഹാനവറുകൾ എത്തിയതെന്ന് അല്ലാഹു അഅലം, നമുക്കതിനെ കുറിച്ച് ഒരറിവും ഇല്ല. അതിന് ഷേഖ് തങ്ങൾ പാപ്പ ഭൂമിയിലെ ഖുത്ബുൽ അഖ്താബായി, പിന്നീട് 7 ആകാശങ്ങളിലെ ഖുത്ബുൽ അഖ്താബായി, പിന്നീട് 7 ആകാശങ്ങളും റിഫായി ഷേഖ് തങ്ങൾ പാപ്പയുടെ കാലിലെ പാദസരമായി. പിന്നീട് ഏത് മഖാമിലേക്കാണ് റിഫായി ഷേഖ് തങ്ങൾ പാപ്പ എത്തിയതെന്ന് നമുക്കൊരു അറിവും ഇല്ല തന്നെ. അതാണ് റിഫായി ഷേഖ് തങ്ങൾ പാപ്പ. ഈ കിതാബിന്റെ 45-ാമത്തെ പേജിലാണ് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നത്. അപ്പൊ റിഫായി ഷേഖ് തങ്ങൾ പാപ്പ എന്ന് പറയുന്നത് നമുക്കാർക്കും ആ മഹാനെ കുറിച്ച് ഒന്നും പറയാൻ ഒന്നും അറിയില്ല, കഴിയുകയില്ല, ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. കാന സയ്യിദ് അഹ്മദ് റിഫായി ഖുദ്ദിസ സിർറുഹു യൗമൻ ബൈനൽ ഫുഖറാ. ഒരു ദിവസം മഹാനായ റിഫായി ഷേഖ് തങ്ങൾ പാപ്പ അവിടുത്തെ മുരീദുമാർക്കിടയിൽ ഇരിക്കുകയായിരുന്നു. ഈ കിതാബിന്റെ 64-ാമത്തെ പേജിൽ കാണാം. ഫഖാല ലഹും, അപ്പോൾ റിഫായി ഷേഖ് തങ്ങൾ പാപ്പ ചോദിച്ചു, ഫഖാല ലഹും ഇൻ കാന ഫീകും മൻ യഅരിഫു ബി ഐബൻ ഫയദുല്ലനി അലൈഹി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ വല്ല കുറവുകളും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അത് ഉണർത്തിത്തരണം, പറഞ്ഞു തരണം. എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മുരീദുമാരെ നിങ്ങൾ അത് ഉണർത്തിത്തരണം എന്ന് റിഫായി ഷേഖ് തങ്ങൾ പാപ്പ മുരീദുമാരോട് പറഞ്ഞു. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ, പറഞ്ഞു തരണേ. പാപ്പയുടെ ആ താഴ്മയുടെ ഊക്കാണത്. ഷേഖുൽ ഫാറൂസി ത്വാബ സറാഹു, അവിടുത്തെ ഏറ്റവും അടുത്ത മുരീദായ ഷേഖ് ഫാറൂസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഫീ ഹൗലായിൽ ജമാഅത്തി മൻ യഅരിഫു ഐബക ഗൈരി. ഞങ്ങളുടെ ഷേഖ് തങ്ങളെ, ഈ കൂട്ടത്തിൽ അങ്ങയുടെ കുറവ് അറിയുന്നവൻ ഞാനല്ലാതെ മറ്റാരുമല്ല. എനിക്ക് മാത്രമേ നിങ്ങളുടെ ഒരു കുറവ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആലോചിച്ചു നോക്കൂ. ഒരു സന്ദർഭത്തിൽ 1,00,000 മുരീദുമാർ ഉണ്ടായിരുന്നു അവിടുത്തെ ആ തിരുഹലറത്തിൽ സംഗമിച്ചത് എന്ന് നാം നേരത്തെ പറഞ്ഞതാണ്. ആ കൂട്ടത്തിൽ നിന്നാണ് പറഞ്ഞത്, ഈ കൂട്ടത്തിൽ അങ്ങയുടെ കുറവ് കണ്ടെത്താൻ എനിക്ക് മാത്രമേ അറിയൂ. ഫഖാല ലഹു സയ്യിദ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു. അപ്പൊ റിഫായി ഷേഖ് തങ്ങൾ പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറാ. നിങ്ങൾ പറയൂ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ആ കുറവ് എന്താണ് എന്ന് നിങ്ങൾ പറയുക. മുരീദിനോടാണ് പറയുന്നത്. ഞാനത് ഉപേക്ഷിക്കാം, ഞാനത് ഒഴിവാക്കാം, എന്റെ കുറവ് പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഐബുക്ക്. റിഫായി ഷേഖ് തങ്ങളോട് പറയുന്നു, ഐബുക്ക, നിങ്ങളുടെ കുറവ് എന്തെന്ന് വെച്ചാൽ, അന്ന മിസ്ലനാ തലാമിദതു മിസ്ലിക്, അന്ന മിസ്ലനാ തലാമിദതു മിസ്ലിക്. ഞങ്ങളെപ്പോലുള്ള സാധുക്കളായ ആളുകളാണ് ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ അങ്ങയുടെ മുരീദുമാരായത് എന്നത് തന്നെയാണ് അങ്ങയുടെ ഏറ്റവും വലിയ കുറവ്. ആലോചിച്ചു നോക്കൂ. റിഫായി ഷേഖ് തങ്ങളോട് പറയാണ്, നിങ്ങൾ ഏറ്റവും ഉന്നതമായ മഖാമിലെത്തിയ സുൽത്താനാണ്, ഞങ്ങൾ സാധുക്കളാണ്. ഇത്രയും വലിയ സുൽത്താനാവുമ്പോ സുൽത്താൻമാരായ മുരീദുമാരാണ് വേണ്ടത്, ഞങ്ങൾ സാധുക്കളാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ കുറവ് മുരീദുമാരായ ഞങ്ങളാണ്. നമ്മുടെ ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ, ജാതിയേരി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ വാക്കാണ് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരാറുള്ളത്. ഉപ്പാപ്പയുടെ കുറവെന്താ? നമ്മളെപ്പോലുള്ളവരാണ് ഉപ്പാപ്പയുടെ മുരീദുമാർ.
ഉന്നതന്മാരായ വലിയ വലിയ മശായിഹന്മാരാണ് ഉപ്പാപ്പയുടെ മുരീദുമാരായി വരേണ്ടത്. നമ്മളെപ്പോലുള്ള പാപികളായ ദോഷികളായ ആളുകളാണ് ഖാദിയരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മുരീദുമാർ എന്നാണ് നമ്മുടെ ഉപ്പാക്ക് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയോട് അവിടുത്തെ മുരീദ് പറഞ്ഞ അതേ വാക്ക്. അങ്ങേപ്പോലുള്ള വലിയ ഒരു മഹാന് ഞങ്ങളായപ്പോഴല്ലോ മുരീദന്മാർ, വലിയ വലിയ സുൽത്താൻമാരല്ലേ അങ്ങയുടെ മുരീദന്മാരാവേണ്ടത്. അല്ലാഹ് അഹ്മദ് ജിഫാഇ വൽ ഹാദിറൂൻ. ഇത് കേട്ടപ്പോ ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ കരഞ്ഞു. വൽ ഹാദിറൂൻ, ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മുരീദുമാരെല്ലാവരും കരഞ്ഞു. ആ മുരീദാണ് ആ ഹക്ക് പറഞ്ഞത്. ജിഫാഇ ശൈഖ് തങ്ങൾ ആരാ? മുരീദുമാർ ആരാണ്? രണ്ടും എത്ര എത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കരഞ്ഞു. വല്ലാത്ത ജിഫാഇ ശൈഖ് തങ്ങളെ തന്നെയാണ് നമുക്ക് ആ മഹാനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഒമിൻ കറാമാതിഹി അന്നഹു ഇദാ സഅദൽ കുർസി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ആധികാരികമായി പറയുകയാണ്. അന്നഹു കാന ഇദാ സഅദൽ കുർസിയ, ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ കസേരയിൽ വഅദ് പറയാൻ വേണ്ടി ഇരുന്നാൽ സമിഅ ഹദീസഹുൽ ബഈദു കൽ ഖരീബി, വളരെ ദൂരെയുള്ള ആളുകൾക്കും അടുത്ത ആളുകൾക്കും ഒരുപോലെ കേൾക്കാമായിരുന്നു. ഹത്താ അന്ന അഹ്ലൽ ഖുറാ അല്ലദീന ഹൗല ബലദിഹി യസ്മഊനഹു കല്ലദീന ബിസാവിയതിഹി, ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ആ സാവിയയിൽ, ആ പർണശാലയിൽ കൂടിയ 10,000 1,00,000 വരുന്ന മുരീദുമാർ കേൾക്കുന്നത് പോലെ അതിന്റെ പരിസര ഗ്രാമങ്ങളിൽ വസിച്ചിരുന്ന ആളുകളും അവരുടെ വീടുകളിൽ നിന്ന് ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ വഅദ് കേൾക്കുമായിരുന്നു. ഈ സംവിധാനം ഇല്ലാതെ, ഒരു സൗണ്ട് ബോക്സ് ഇല്ല, ഓരോരുത്തരുടെ ചെവിയിലും വ്യക്തമായി കേൾക്കാം. ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് വഅദ് പറഞ്ഞിരുന്നത്. ആ നാട്ടിലെന്നല്ല, പരിസര നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ വീട്ടിൽ വെച്ച് തന്നെ വളരെ വ്യക്തമായി കേൾക്കാം. വകാനൽ അസമ്മു ഇദാ ഹളറഹു സമിഅ കലാമഹു ഫഖത്, കേൾക്കാത്ത ആള്, ചെവി കേൾക്കാത്ത ആള് ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ വഅദ് അവിടുന്ന് സംസാരിച്ചാൽ അത് കേൾക്കുമായിരുന്നു. ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ 2 മുരീദുമാർ, അവരുടെ ഒരു കറാമത്ത് ഈ കിതാബിന്റെ 71-ാമത്തെ പേജിൽ കാണാം. ഒമിൻഹ അന്ന റജുലൈനി തഹബ്ബാ ഫില്ലാഹി ഇസ്മു അഹദുഹുമാ മആലി വൽ ആഖറു അബ്ദുൽ മുൻഇം. ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ 2 മുരീദുമാർ, മആലി എന്ന പേരുള്ള ഒരു മുരീദും അബ്ദുൽ മുൻഇം എന്ന പേരുള്ള മുരീദും റളിയല്ലാഹു അൻഹുമാ, ഉന്നത സ്ഥാനത്തെത്തിയ 2 മുരീദുമാരാണ്. ഫഖറജാ യൗമൻ ലിസ്സഹറാഇ, ഇരുവരും ഒരു ദിവസം മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഫതമന്ന അഹദുഹുമാ, 2 മുരീദുമാരിൽ ഒരാൾ ആഗ്രഹിച്ചു, കിതാബ ഇത്ഖിൻ മിനൻ നാരി യൻസിലു മിനസ് സമാ, ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആളാണ് എന്ന് രേഖാപൂർവം ആകാശത്ത് നിന്ന് ഒരു കിതാബ് എനിക്ക് വരണം. ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മുരീദിന്റെ ആഗ്രഹം, ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എനിക്ക് ഒരു രേഖ ഇറങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ചിന്തിക്കേണ്ട താമസം ഫസഖത മിൻഹാ വറഖത്തും ബൈളാ, ആകാശത്ത് നിന്ന് ഒരു വെള്ളക്കടലാസ് ഇറങ്ങി വന്നു. ശ്രീമുളച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ചരിത്രം കേട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഫസഖത മിൻഹാ വറഖത്തും ബൈളാ, ആകാശത്ത് നിന്ന് ഒരു വെള്ളക്കടലാസ് ഇറങ്ങി വന്നു. ഫലം യറഹാ ഫീഹാ കിതാബത്തൻ, പക്ഷേ ആ വെള്ളക്കടലാസിൽ ഒരു എഴുത്തുമില്ലാതെ വെളുവെളുത്ത ഒരു കടലാസ് ഇറങ്ങി വന്നു. ഫാതയാ ഇലാ സാഹിബി തർജുമത്തി ബിഹാ, ഇരുവരും ജിഫാഇ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ തിരുഹദ്റത്തിലേക്ക് ഈ വെളുത്ത കടലാസുമായി ചെന്നു.
വലം യഖ്ബിറാഹു ബിൽ ഖിസ്സാ. ഇരുവരും സംഭവമൊന്നും പറഞ്ഞില്ല. അഥവാ ആകാശത്ത് നിന്ന് നരകമോചനത്തിന്റെ ഒരു കടലാസ് ഇറങ്ങി വരണം എന്ന് അവരിൽ ഒരാൾ ആഗ്രഹിച്ചു എന്ന് റിഫായ് ഷെയ്ഖ് തങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കടലാസ് കൊണ്ടുപോയി ഷെയ്ഖിന്റെ കയ്യിൽ കൊടുത്തു. ഫനളറ ഇലൈഹാ. റിഫായ് ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ ഈ വെള്ളക്കടലാസിലേക്ക് നോക്കി. വഖറ സാജിദാ. സുജൂദിൽ വീണു. വഖാല, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് الذي أراني اعتق صحابي من النار في الدنيا قبل الآخرة. അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്റെ മുരീദ് ആഖിറത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, ദുനിയാവിൽ വെച്ച് തന്നെ എന്റെ മുരീദ് നരകമോചിതനാണ് എന്ന് രേഖാപൂർവം കാണിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്റെ മുരീദ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് രേഖാപൂർവം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കാണിച്ചു തന്നല്ലോ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. ലഹു. അപ്പോൾ ഇർഫായ് ഷെയ്ഖ് തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഹാദിഹി ബൈള, ഇതൊരു വെളുത്ത കടലാസാണ്. ഫഖാല ഐ ഔലാദി. ഇർഫായ് ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു, ഐ ഔലാദി, എന്റെ മുരീദുമാരെ, യദുൽ ഖുദ്റത്തി ലാ തുക്തബു ബിസവാദ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ കരം ലാ തുക്തബു ബിസവാദ്, അതിൽ കറുപ്പ് മഷി കൊണ്ട് എഴുത്തില്ല തന്നെ. ഹാദിഹി മക്തൂബത്തും ബിന്നൂർ, ഇത് അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ് ഈ വെള്ളക്കടലാസിൽ എഴുതപ്പെട്ടത്. അള്ളാഹുവിൽ നിന്ന് രേഖ കിട്ടുമ്പോ അതിൽ കറുപ്പ മഷി കൊണ്ടല്ല എഴുതുന്നത്, നൂറ് കൊണ്ടാണ് അതിൽ എഴുതപ്പെടുന്നത്. അത് നൂറുള്ളവർക്കാണ് വായിക്കാൻ കഴിയുക. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റിഫായ് തന്നെ. റവൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഷേഖ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, അന്ന യഅഖൂബ ഖാദിമ സയ്യിദി അഹ്മദ് ബിൻ റിഫാഇ നഫഅനല്ലാഹു ബിബറകാതി ഖാല. റിഫായ് ഷേഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖാദിമായ അഷ്ശൈഖ് യഅഖൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമഅതു സയ്യിദി അഹ്മദ് ബിൻ റിഫാഇ യഖൂൽ, എന്റെ ഷേഖായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. സഹിബത്തു 300,000 ഉമ്മ, ഞാൻ 3 ലക്ഷം സമുദായങ്ങളോട് സഹവസിച്ചു. 3 ലക്ഷം ഉമ്മത്ത്, നമ്മളെ നബിയുടെ ഉമ്മത്ത്, അതിനു മുമ്പ് ഒരുപാട് ഉമ്മത്ത് കഴിഞ്ഞു പോയി. അങ്ങനെ 3 ലക്ഷം ഉമ്മത്തിനോട് ഞാൻ സഹവസിച്ചു. മിമ്മ യഅകുലു വയശ്റബു വയറൂസു വയൻകിഹു, അവര് തിന്നുന്നു, കുടിക്കുന്നു, അവര് വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ 3 ലക്ഷം സമുദായങ്ങൾ ഞാൻ കണ്ടു എന്ന് റിഫായ് ഷേഖ് തങ്ങൾ ഉപ്പാപ്പ പറയുന്നതായി ഞാൻ കേട്ടു. റിഫായ് ഷേഖ് തങ്ങളുടെ ഖാദിമ പറയുകയാണ്. റിഫായ് ഷേഖ് തങ്ങൾ ഇങ്ങനെ മാത്രമല്ല, വലാ യക്മുലു റജുലു ഇൻദനാ, നമ്മൾ മശായിഖ്മാരുടെ അല്ലെങ്കിൽ ഖുതുബീങ്ങളുടെ അടുക്കൽ ഒരാൾ പൂർണ്ണതയെത്തുകയില്ല. ഹത്താ യസ്ഹബ ഹാദൽ അദദ, ഈ 3 ലക്ഷം ഉമ്മത്തുകളോട് ആ മനുഷ്യൻ അവൻ അറിയണം. മാത്രമല്ല, വയഅരിഫു കലാമഹും വസിഫാതിഹിം വഅസ്മാഇഹിം വഅർസാഖിഹിം വഅജാലിഹിം, ഈ 3 ലക്ഷം സമുദായങ്ങൾ ആരാണ്, അവരുടെ പേരെന്താണ്, അവരുടെ കോലങ്ങൾ എന്താണ്, അവരുടെ ഭക്ഷണങ്ങൾ എന്താണ്, അവർ എത്ര കാലം ജീവിച്ചു, ഇതെല്ലാം അറിയണം. ഇതെല്ലാം അറിയാതെ ഒരാൾ പൂർണ്ണനായ ഷെയ്ഖായി ഖുതുബായി എന്ന് പറയാൻ പാടില്ല എന്ന് റിഫായ് ഷേഖ് തങ്ങൾ പറഞ്ഞു. ഒരാള് ഏറ്റവും കാമിലായ മഖാമിൽ എത്തിയാൽ 3 ലക്ഷം ഉമ്മത്തിനെ കുറിച്ച് വിശദമായി അറിയും. റിഫായ് ഷേഖ് തങ്ങളെ ഖാദിമ ചോദിക്കുകയാണ്, ഖാല യഅഖൂബുൽ ഖാദിം ഫഖീല ലഹു യാ സയ്യിദി, എന്റെ ഷെയ്ഖേ, ഇന്നൽ മുഫസ്സിരീന ദക്കറു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അന്ന അദദൽ ഉമമി 80,000 ഉമ്മ ഫഖത്ത്. മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൊത്തം ഈ ലോകത്തെ സമുദായങ്ങൾ ആകെ
മൊത്തം ടോട്ടല് 80,000 പേർ മാത്രമാണ്. 80,000 ഉമ്മത്താണ് ഈ ലോകത്ത് ആകെ നിലവിലുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്നു. فقال ذلك مبلغهم من العلم. فقال റിഫായി തങ്ങൾ പാപ്പയുടെ മറുപടി ذلك مبلغهم من العلم. അത് അവരുടെ അറിവാണ്, അവരുടെ അറിവ് അത്രേ ഉണ്ടാവുകയുള്ളൂ. അതും 80,000 എന്ന എണ്ണമേ അവർക്കറിയൂ. അത് മുഫസ്സിരീങ്ങളുടെ ആകെയുള്ള ഒരു അറിവിന്റെ അവസാനത്തെ അറിവാണ്. അതിനപ്പുറം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഞാൻ എന്റെ ഷേഖിനോട് ചോദിച്ചു, ഇത് മഹാത്ഭുതം. ഒന്നുകൂടെ ഞാൻ കൂട്ടി പറഞ്ഞു തരാം. എന്ത്? അന്നഹു ലാ തസ്തഖിറു നുത്ഫത്തുൻ ഫീ ഫർജി ഉൻസാ ഇല്ലാ യൻദുറു ദാലിക റജുലു ഇലൈഹാ വയഅലമു ബിഹാ. ഈ ലോകത്ത് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, എത്ര ഉമ്മമാരുടെ ഗർഭാശയങ്ങൾ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, വളരുന്നു, ജനിക്കുന്നു, എല്ലാം ഒരു കാമിലായ ഷേഖിനറിയാം. ലോകത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിക്കുന്നു, മരിക്കുന്നു, എല്ലാം അറിയാം എന്ന് പറഞ്ഞപ്പോൾ ഖാല യാഖൂബുൽ ഖാദിം ഫഖുൽതു ലഹു യാ സയ്യിദി ഹാദിഹി സിഫാത്തുർ റബ്ബി ജല്ല വഅല. ഇത് അല്ലാഹുവിന്റെ സിഫത്താണല്ലോ, ഒരു മഖ്ലൂഖിനെ, ഒരു സൃഷ്ടിക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം? ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ പിതാക്കളുടെ മുതുകിൽ നിന്ന് മാതാക്കളുടെ ഗർഭാശയത്തിലേക്ക് ബീജം വന്നു, അത് വളർന്നു. ഓരോ സ്റ്റെപ്പും ഓരോ ഘട്ടവും ഇത്ര കൃത്യമായി വ്യക്തമായി അറിയുന്നത് അള്ളാഹുവിന്റെ സിഫത്താണല്ലോ എന്ന് പറഞ്ഞപ്പോൾ فإن الله تعالى إذا أحب عبدا صرفه في جميع مملكته وأطلعه على ما شاء من علوم الغيب. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരിപൂർണമായി ഇഷ്ടപ്പെട്ടാൽ അവന്റെ അധികാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും ആ മനുഷ്യനെ അറിയിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് അതിന് തെളിവായി പറഞ്ഞ ഹദീസ് വഖാല സയ്യിദി അഹ്മദ്, എന്റെ ശൈഖായ റിഫായി തങ്ങൾ പറഞ്ഞു, അദ്ദലീലു അലാ ദാലിക ഖൗലുല്ലാഹി അസ്സ വജല്ല ഫിൽ ഹദീസിൽ ഖുദ്സി വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ എന്ന പ്രസിദ്ധമായ ഖുദ്സിയായ ഹദീസാണ്. അഥവാ എന്റെ അടിമ എന്നോട് അടുത്താൽ, അവനെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവന്റെ കൈയും കാലും കണ്ണും കാതും എല്ലാം ഞാനാകും എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഇദാ കാനൽ ഹഖ് തആല മഅ അബ്ദിഹി കമാ യുരീദു സ്വാറ കഅന്നഹു സിഫത്തുൻ മിൻ സിഫാതി. അല്ലാഹു ഉദ്ദേശിച്ച പോലെ ഒരു അടിമയായി തീർന്നാൽ ആ അടിമ അല്ലാഹുവിന്റെ ഒരു സിഫത്ത് പോലെയായി മാറുന്നതാണ്. അല്ലാഹുവിന്റെ ഒരു സിഫത്ത് ആയി മാറിയാൽ പിന്നീട് ആ അടിമക്ക് അറിയാത്തൊരറിവും ഉണ്ടാവുകയില്ല തന്നെ. അല്ലാഹു അക്ബർ. വഹാദാ അംറുൻ തുഹാറു ഫീഹിൽ ഉഖൂൽ. ഇത് മനുഷ്യ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പരമസത്യമാകുന്നു. ഇത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു അറിവാണ്. അല്ലാഹുവേ, റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഒരുപാട് സ്വഭാവങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ മഹാനവർകൾ തന്നെ പറയുന്നുണ്ട്, എന്റെ വലത് ഭാഗത്ത് 500 പേര് എന്റെ മദ്ഹ് ഓതിക്കൊണ്ടേയിരിക്കുന്നു. അവർ ചാമരം വീശുന്നു, എന്നെ വീശിക്കൊണ്ട് എന്റെ എല്ലാ മദ്ഹുകളും പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇടതു ഭാഗത്ത് എന്നെ 500 പേര് എന്റെ കുറ്റം പറയുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ എല്ലാവിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നു. എന്നാലും എന്റെ മനസ്സിൽ ഒന്നും തോന്നുകയില്ല. ഈ 500 പേര് എന്നെ മദ്ഹ് ചെയ്തതും എന്റെ മനസ്സിലുണ്ടാവൂല, ഈ 500 പേര് എന്നെ ഉപദ്രവിച്ചതും എന്റെ മനസ്സിലുണ്ടാവുകയില്ല. അത്രമാത്രം അല്ലാഹുവിൽ എല്ലാ അർത്ഥത്തിലും ഫനായി ഓരോ സെക്കൻഡും
അള്ളാഹുവിനെ കൊണ്ടാണ് എന്റെ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഓരോ സൃഷ്ടിയിൽ നടക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്ന മഹാനാണ് സുൽത്താൻ അൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു തആല റിഫായി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ശൈഖ് തങ്ങൾ പാപ്പയുടെ കാൽ ചുവട്ടിൽ ഉറപ്പിച്ചു നിർത്തി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.